വരയ്ക്കാൻ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. സോ നമ്മളിവിടെ ഡിഫറെന്റ് ഓപ്പറേഷൻസിലുള്ള വെൻ ഡയഗ്രംസ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഡ്രോ ദ വെൻ ഡയഗ്രം ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ്. ഫോർ 3 സെറ്റ്സ് എ ബി ആൻഡ് സി, ഫസ്റ്റ് ബി യൂണിയൻ സി. അപ്പോൾ 3 സെറ്റുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ 3 സെറ്റും നമ്മുടെ വെൻ ഡയഗ്രത്തിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ബി യൂണിയൻ സി ആണ് നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത്. സോ വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ ദ റെക്ടാങ്കിൾ ഫോർ യൂണിവേഴ്സൽ സെറ്റ്. സോ 3 സെറ്റിനെയും ഓവർലാപ്പ് ചെയ്യുന്ന 3 സർക്കിൾസ് ആയിട്ട് വരയ്ക്കും. Okay, this is A, this is B and this is C. Okay, നമുക്ക് ഇവിടെ ഷെയ്ഡ് ചെയ്ത് കാണിക്കേണ്ടത് ഏതിന്റെ വെൻ ഡയഗ്രമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്? ബി യൂണിയൻ സി യുടെ. ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ബി ഫുൾ സെറ്റും വേണം, സി ഫുൾ സെറ്റും വേണം. സോ ബിയും സിയും കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ബി യൂണിയൻ സി. ഓക്കെ, നെക്സ്റ്റ് വൺ എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, 3 സെറ്റുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്, എയും ബിയും സിയും. അതിൽ എ ഇന്റർസെക്ഷൻ ബിയുടെ മാത്രം വെൻ ഡയഗ്രം കാണിക്കും. സോ ഫസ്റ്റ് ഡ്രോ ദ റെക്ടാങ്കിൾ ഫോർ യൂണിവേഴ്സൽ സെറ്റ്. ദിസ് ഇസ് യു. ഓവർലാപ്പ് ചെയ്യുന്ന 3 സർക്കിൾസ് വരയ്ക്കണം. മൂന്നാമത്തെ സർക്കിൾ വരയ്ക്കുമ്പോൾ 2 സർക്കിളിലും അത് കട്ട് ചെയ്യണം. ആ രീതിയിൽ വേണം വരയ്ക്കാൻ. സോ ദിസ് ഇസ് എ, ദിസ് ഇസ് ബി ആൻഡ് ദിസ് ഇസ് സെറ്റ് സി. നമുക്കിവിടെ കാണിക്കേണ്ടത് എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി മീൻസ് ദ പാത്ത് കോമൺ ടു എ ആൻഡ് ബി. എ ഇതാണ്, ബി ഇതാണ്. എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? ഈ ഭാഗമാണ് വരിക. സോ ദിസ് ഇസ് എ ഇന്റർസെക്ഷൻ ബി. അടുത്തത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ഓക്കെ, നമുക്ക് ആദ്യം റെക്ടാങ്കിൾ വരയ്ക്കാം. യൂണിവേഴ്സൽ സെറ്റ് 3 സർക്കിൾസ് വരയ്ക്കാം. 3 ഒരേ റേഡിയസിലുള്ള സർക്കിൾസ് ആകണമെന്നൊന്നും നിർബന്ധമില്ല, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഇവിടെ നമുക്ക് എലമെന്റ്സ് ഒന്നും തന്നിട്ടില്ല, സോ എത്ര എലമെന്റ്സ് ഉണ്ടെന്നൊന്നും അറിയില്ല. അപ്പൊ 3 ഇതിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് സർക്കിൾസ് വരയ്ക്കും. ഓക്കെ, ഈ സർക്കിൾ എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. നമുക്ക് വേണ്ടത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ആദ്യം നമ്മൾ ബ്രാക്കറ്റിൽ ഉള്ളിലുള്ളത് കൺസിഡർ ചെയ്യണം. ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ ഈ പാത്ത് മൊത്തത്തിൽ വരും. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ ബി സർക്കിൾ ഫുൾ വരും, സി സർക്കിൾ ഫുൾ വരും. ഇനി ബി യൂണിയൻ സിയുടെ ഈ ഷെയ്ഡ് ചെയ്ത പാത്തും എയിലും കോമൺ ആയിട്ടുള്ളത് ഏതാണ്? ഈ രണ്ടിലും മാത്രം കോമൺ ആയിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത്. സോ എയിലും ബി യൂണിയൻ സിയിലും കോമൺ ആയിട്ടുള്ള ഭാഗം നമുക്ക് ഒന്നും കൂടെ ഷെയ്ഡ് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഷെയ്ഡ് ചെയ്തതിൽ കുറച്ച് ഭാഗം എയിലാണ് ഉള്ളത്. സോ ആ ഭാഗങ്ങൾ ബി യൂണിയൻ സിയിലുള്ളതാണ്, എയിലുള്ളതാണ്. അതാണ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. സോ ഈ റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്തതാണ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ഓക്കെ, അപ്പൊ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഈ 2 കളർ യൂസ് ചെയ്തിട്ട് ചെയ്യാനൊന്നും എക്സാമിന് നമുക്ക് പറ്റില്ല. സോ റഫായിട്ട് വരച്ച് നോക്കിയിട്ട് ഏത് ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ചിത്രത്തിൽ ആ ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്ത് കാണിക്കും. ഓക്കെ, അടുത്തതായിട്ട് തന്നിരിക്കുന്നത് എ ഇന്റർസെക്ഷൻ സി ആണ്. എയിലും സിയിലും കോമൺ ആയിട്ടുള്ള ഭാഗം. വെൻ ഡയഗ്രം വരയ്ക്കാം. റെക്ടാങ്കിൾ വരയ്ക്കുന്നു.
ഫോർ യൂണിവേഴ്സൽ സെറ്റ് യു ഓവർലാപ്പ് ചെയ്യുന്ന 3 സർക്കിൾസ് വരയ്ക്കും. So this is A, this is B, this is C. എയിലും സിയിലും കോമൺ ആയിട്ടുള്ളത് എ എന്ന് പറഞ്ഞ സർക്കിളിന്റെ ഭാഗമായിട്ടും സി എന്ന് പറയുന്ന സർക്കിളിന്റെ ഭാഗമായിട്ടും വരുന്ന ഭാഗം ഷെയ്ഡ് ചെയ്യും. സോ നമുക്ക് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം എയുടെയും ഭാഗമാണ് സിയുടെയും ഭാഗമാണ്. സോ ദിസ് ഇസ് എ ഇന്റർസെക്ഷൻ സി. നെക്സ്റ്റ് വൺ നോക്കാം. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. റെക്ടാങ്കിൾ വരയ്ക്കാം. യൂണിവേഴ്സൽ സെറ്റ് 3 sets A, B, C. What is A intersection B? എയിലും ബിയിലും ഉള്ള ഭാഗം. എ എന്ന് പറഞ്ഞ സർക്കിളിന്റെ ഭാഗമാകണം, ബി എന്ന് പറഞ്ഞ സർക്കിളിന്റെയും ഭാഗമായിട്ട് കോമൺ ആയിട്ടുള്ളത് ഈ ഭാഗമാണ്. സോ ദിസ് ഇസ് എ ഇന്റർസെക്ഷൻ ബി. അടുത്തത് എ ഇന്റർസെക്ഷൻ സി. ഈ എയിലും ഉണ്ടാവണം സിയിലും ഉണ്ടാകണം. ആ ഭാഗം ഇതാണ്. അത് എയിലും ഉണ്ട് സിയിലും ഉണ്ട്. അപ്പൊ നമ്മളോട് കൂടെ കാണാൻ പറഞ്ഞത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി എന്നാണ്. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ വരും. ഗ്രീൻ കളർ ഭാഗവും വരും, റെഡ് കളർ ഭാഗവും വരും. സോ ദിസ് ഷെയ്ഡഡ് പോർഷൻ ഈസ് A intersection B union A intersection C. Using Venn diagram, prove the following. A union B intersection C is equal to A union B intersection A union C. ഇത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയിൽ ഓൾറെഡി നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്ത റിസൾട്ട് ആണ്. അത് വെൻ ഡയഗ്രം യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിന്റെ വെൻ ഡയഗ്രം കാണിക്കണം, റൈറ്റ് സൈഡിന്റെ വെൻ ഡയഗ്രം കാണിക്കണം. രണ്ടും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റ് us draw the Venn diagram of left side. A union B intersection C. ഓക്കെ, അതിനു വേണ്ടിയിട്ട് റെക്ടാങ്കിൾ വരയ്ക്കാം. യൂണിവേഴ്സൽ സെറ്റ് 3 സെറ്റുകൾ ഉണ്ട് ഇവിടെ. ഓവർലാപ്പ് ചെയ്യുന്ന 3 സർക്കിൾസ് വരയ്ക്കും. എക്സാമിന് വരയ്ക്കുമ്പോൾ വളരെ നീറ്റായിട്ട് തന്നെ വരയ്ക്കണം വെൻ ഡയഗ്രാം. സർക്കിൾസ് ഒക്കെ കൈകൊണ്ട് വരച്ചാൽ പോരാ. ഓക്കെ, ദിസ് ഇസ് എ, ദിസ് ഇസ് ബി ആൻഡ് ദിസ് ഇസ് സി. വി ഹാവ് ടു ഷെയ്ഡ് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. സോ ആദ്യം ബി ഇന്റർസെക്ഷൻ സി ഏതാന്ന് കണ്ടുപിടിക്കും. അതായത് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത്. ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ ബിക്കും സിക്കും കോമൺ ആയിട്ട് വരുന്നു. ബി എന്ന സർക്കിളിലും സി എന്ന സർക്കിളിലും കോമൺ ആയിട്ട് വരുന്ന ഭാഗം ഏതാണെന്ന് നോക്കുക. നമുക്കത് ഷെയ്ഡ് ചെയ്യാം. സോ ഇതാണ് ബി ഇന്റർസെക്ഷൻ സി. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് ബിന്റെയും ഭാഗമാണ്, ബി എന്ന സർക്കിളിന്റെ ഭാഗമാണ്, സി എന്ന സർക്കിളിന്റെ ഭാഗമാണ്. അതായത് ആ പോർഷന്റെ ബൗണ്ടഡ് ലൈൻസ് അല്ലെങ്കിൽ ബൗണ്ടഡ് കർവ് എന്ന് പറയുന്നത് ബിയുടെയും സിയുടെയും സർക്കിളിന്റെ ഭാഗമായിരിക്കണം. അത്രയേ ഉള്ളൂ. അടുത്തത് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തിന്റെ കൂടെ എ എന്ന് പറഞ്ഞ സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് ഉൾപ്പെടുത്തണം. സോ നമ്മൾ എ എന്ന സർക്കിളിനെ മൊത്തം നമ്മൾ ഷെയ്ഡ് ചെയ്യണം. ഇതാണ് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. ഇതിന് നമുക്ക് 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമതായിട്ട് റൈറ്റ് സൈഡ് പോർഷൻ നമ്മൾ വെൻ ഡയഗ്രം വരയ്ക്കണം. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. ഓക്കെ, അതിനുവേണ്ടി നമുക്കൊരു റെക്ടാങ്കിൾ വരയ്ക്കാം.
യൂണിവേഴ്സൽ സെറ്റ്. 3 സർക്കിൾ വരയ്ക്കുന്നു. This is A, this is B and this is C. Okay, and first we need to find the region A union B. A union B എന്ന് പറഞ്ഞാൽ A complete circle വരും, B complete circle വരും. A union C എന്ന് പറഞ്ഞാൽ A complete circle വരും, C complete circle വരും. സോ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്കിവിടെ എ യൂണിയൻ ബിയും എ യൂണിയൻ സിയും സെപ്പറേറ്റ് കളറിൽ ഷെയ്ഡ് ചെയ്യാം. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ പാർട്ട് മുഴുവനും വേണം, ബി പാർട്ട് മുഴുവനും വേണം. സോ ദിസ് ഇസ് എ യൂണിയൻ ബി. എ യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എ മുഴുവനും വേണം, സിയും വേണം. ഓക്കെ, എ മുഴുവനും സിയും വേണം. അതാണ് എ യൂണിയൻ സി. സോ ഇവിടെ ഗ്രീൻ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എ യൂണിയൻ ബി ആണ്, റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എ യൂണിയൻ സി ആണ്. കാണേണ്ടത് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. ഗ്രീൻ കളറിലും റെഡ് കളറിലും ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് നമുക്ക് വേണ്ടത്. സോ അത് നിങ്ങൾക്ക് ചിത്രത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും ഏതൊക്കെ ഭാഗങ്ങളാണെന്ന്. എ എന്ന് പറഞ്ഞ സർക്കിൾ കംപ്ലീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബിയിലും സിയിലുമായിട്ട് വരുന്ന ഈ ഭാഗവും ഉണ്ട്. ഓക്കെ, അപ്പം ഞാനത് വീണ്ടും മാറ്റി വരയ്ക്കാം. ആദ്യം നമുക്ക് വെൻ ഡയഗ്രാം വരയ്ക്കാം. റെക്റ്റാങ്കിൾ വരയ്ക്കണം. ദിസ് ഇസ് യൂണിവേഴ്സൽ സെറ്റ് യു. എ ബി C. So what is A union B intersection A union C? തൊട്ട് മുകളിൽ വരച്ച ഫിഗർ നോക്കിയിട്ട് വരയ്ക്കുക. ഗ്രീൻ കളറിലും റെഡ് കളറിലും മാർക്ക് ചെയ്ത ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് എ കംപ്ലീറ്റ് ഉണ്ട്, അതേപോലെ ബിയിലും സിയിലും വരുന്ന പോർഷനും കൂടെ ഉണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് എ ബി സി. So this shaded portion is A union B intersection A union C. Okay, so this can be taken as equation number 2. Look at the Venn diagrams 1 and 2. നിങ്ങൾക്ക് കാണാം ഒരേ ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. സോ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. The next result, A intersection B union C is equal to A intersection B union A intersection C. We need to prove this by using Venn diagram. So left side നമുക്കുള്ളത് A intersection B union C ആണ്. So let's draw the Venn diagram of this set. Rectangle for the universal set U. Draw 3 circles for the sets A, B and C. Set A, set B and set C. യാ ബ്രാക്കറ്റിൽ നമുക്കുള്ളത് ബി യൂണിയൻ സി ആണ്. ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ ബിയും സിയും ഫുൾ സർക്കിൾസ് വരും. ഓക്കെ, സോ നമുക്കതിനെ ഷെയ്ഡ് ചെയ്യാം. ബി യൂണിയൻ സി, ബി സർക്കിൾ ഫുള്ള്, അതേപോലെ സി സർക്കിൾ. സോ ദിസ് ഇസ് ബി യൂണിയൻ സി. അടുത്തത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ദാറ്റ് മീൻസ് ബി യൂണിയൻ സിയിൽ എയിൽ വരുന്ന ഭാഗം, ബി യൂണിയൻ സിയിൽ എയിൽ വരുന്ന ഭാഗം ഏതാണ്? ഞാനത് റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്യാം. ഇത് ബി യൂണിയൻ സിയുടെയും ഭാഗമാണ്, എയുടെയും ഭാഗമാണ്. ഇതും ബി യൂണിയൻ സിയുടെയും ഭാഗമാണ്, എയുടെയും ഭാഗമാണ്. ഓക്കെ, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റെഡ് കളറിൽ ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. അത് ഒന്നുകൂടെ മാറ്റി വരയ്ക്കാം. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി മാത്രം ഷെയ്ഡ് ചെയ്യും. സോ അത് എയുടെയും ബിയുടെയും ഭാഗമാണ്, എയുടെയും സിയുടെയും ഭാഗമാണ്. സോ ദിസ് ഇസ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി.
take it as 1. Okay. Now right side നമുക്കുള്ളത് A intersection B union A intersection C. Okay. Let's draw the Venn diagram of this set. This is universal set U. 3 circles for the sets A, B and C. A, B and C. Okay. So first A intersection B. A intersection B എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും ഉള്ളത്. സോ എയിലും ബിയിലും ഉള്ളത് ഈ ഭാഗമാണ്. സോ അത് ഷെയ്ഡ് ചെയ്യുക. അടുത്തത് എ ഇന്റർസെക്ഷൻ സി. എയിലും സിയിലും ഉള്ളത് അത് ഇതാണ്. സോ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ ഇത് മുഴുവനും. സോ നിങ്ങൾക്ക് ഒന്നാമത്തെ ചിത്രത്തിലേക്ക് നോക്കുക, രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കുക, രണ്ടും സെയിം ആണ്. സോ നമുക്ക് പറയാം എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. Now look at this problem. Consider sets A and B given by A is equal to x such that x is a prime number less than 10. B is equal to x such that x is a natural number which divides 12. Write A and B in roster form. Find A union B and B minus A. Verify that A union B minus A is equal to B minus A. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും. വെരിഫൈ ചെയ്യാനായിട്ടുള്ള റിസൾട്ട് എന്തെങ്കിലും തന്നിട്ട് അത് വെരിഫൈ ചെയ്യാനായിട്ട് ചോദിക്കാം. സോ ഇവിടെ രണ്ട് സെറ്റ് തന്നിരിക്കുന്നത് രണ്ടും സെറ്റ് ബിൽഡ് ഓഫ് ഫോമിലാണ്. സോ ഇൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വി നീഡ് ടു റൈറ്റ് ദീസ് ടു ഗിവൺ സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. സോ ലെറ്റ്സ് റൈറ്റ് ഫസ്റ്റ് ദ ഗിവൺ സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. A is equal to. So the common property of the elements of A is x is a prime number less than 10. So the elements of A are prime numbers less than 10. So what are the prime numbers less than 10? 2, 3, 5 and 7. Okay. 2, 3, 5, 7 ആണ് 10ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നും അതേ നമ്പറും തന്നെയാണ് വരിക. Okay. And second set B is x such that x is a natural number which divides 12. 12നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ നമ്പേഴ്സ്. നമുക്കറിയാം ഏത് നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 1 അതിൽ എലമെന്റ് ആയിരിക്കും. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 2 ഇതിലെ എലമെന്റ് ആണ്. 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതേപോലെ 12 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. So B is equal to 1, 2, 3, 4, 6, 12. These are the factors of 12. The natural numbers which divides 12 are the factors of 12. Okay. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു. എയിനെയും ബിനെയും റോസ്റ്റർ ഫോമിൽ എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ വി നീഡ് ടു ഫൈൻഡ് എ യൂണിയൻ ബി ആൻഡ് ബി മൈനസ് എ. സോ ലെറ്റ്സ് ഫൈൻഡ് എ യൂണിയൻ ബി ഫസ്റ്റ്. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിലെ എലമെന്റ്സ് എല്ലാം വരണം, ബിയിലെ എലമെന്റ്സ് എല്ലാം വരണം, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. Okay, so എയിലെ എലമെന്റ്സ് എഴുതാം 2, 3, 5, 7. ബിയിലെ എലമെന്റ്സ് 1, 2 ഓൾറെഡി എഴുതി, 3 ഓൾറെഡി എഴുതി, then 4, 6, 12. ഇതിനെ വേണമെങ്കിൽ ഓർഡറിൽ അസെൻഡിങ് ഓർഡറിലൊക്കെ എഴുതാം, പക്ഷെ നിർബന്ധമില്ല. സെറ്റ്സിൽ ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് എലമെന്റ്സിനെ എഴുതാം. സോ എ യൂണിയൻ ബി ഈസ് ദിസ്. നെക്സ്റ്റ് ഇസ് ബി മൈനസ് എ. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ that elements are belong to B but not to A. Okay. So the elements which belongs to B but not to A are 1, 4, 6, 12. 2, 3 എയിലും ഉള്ളതാണ്. സോ അത് എഴുതാൻ പാടില്ല. ഏതൊക്കെയാ വരിക? 1, 4, 6, 12 ആണ് B മൈനസ് എ. ഓക്കെ. അപ്പോൾ രണ്ട് സെറ്റും കണ്ടുപിടിച്ചു. ഇനി തേർഡ് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു റിസൾട്ട് വെരിഫൈ ചെയ്യാനാണ്. എ യൂണിയൻ ബി മൈനസ് എ ഈസ് ഈക്വൽ ടു ബി മൈനസ് എ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് എത്രയാന്ന് കണ്ടുപിടിക്കുക, റൈറ്റ് സൈഡും കണ്ടുപിടിക്കുക, രണ്ടും ഈക്വൽ ആണോ എന്ന് നോക്കുക. സോ ലെഫ്റ്റ് സൈഡ് വി ഹാവ് എ യൂണിയൻ ബി മൈനസ് എ. എ യൂണിയൻ ബി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. നമുക്കത് എഴുതാം 2, 3, 5, 7, 1, 4, 6, 12 minus A, the given set A, 2, 3, 5, 7. Okay. So ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റ് മൈനസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ
ആദ്യത്തെ സെറ്റിലുള്ള രണ്ടാമത്തെ സെറ്റിൽ വരുന്ന എലമെന്റ്സിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള എലമെന്റ്സ് ആണ് എഴുതേണ്ടത്. സോ വി ഹാവ് 1, 4, 6, 12. കാരണം രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് 2, 3, 5, 7 ഒഴിവാക്കി ബാക്കിയുള്ള എലമെന്റ്സ് 1, 4, 6, 12. ദിസ് ഇസ് എ യൂണിയൻ ബി മൈനസ് എ. അത് ബി മൈനസ് എ ആണെന്ന് പ്രൂവ് ചെയ്യണം. ബി മൈനസ് എ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, അത് 1, 4, 6, 12 തന്നെയാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ എന്ന് എഴുതാം. സോ വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് എ യൂണിയൻ ബി മൈനസ് എ ഇസ് ഈക്വൽ ടു b minus a. Let a is equal to x such that x belongs to R, x square minus 5x plus 6 equal to 0, and b is equal to x such that x belongs to R, x square is equal to 9. First question, write a and b in roster form. Second question, find a union b and a intersection b. Third question, find a minus b and b minus a. Fourth question, verify that a minus b union b minus a is equal to a union b minus a intersection b. Operations on setsile എല്ലാ ഓപ്പറേഷനും ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത്തരത്തിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ആൻസർ ചെയ്യാം. രണ്ട് സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, രണ്ടും സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. We need to write the given two sets in roster form first. Okay, so the first set A in set builder form, x such that x belongs to R, x is a real number, x square minus 5x plus 6 equal to 0. So x എന്ന് പറയുന്നത് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. സോ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വി റൈറ്റ് ദ സം. സം ഈസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്താണോ അതിനെ സം ആയിട്ട് എടുക്കും. സോ -5. ആൻഡ് പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് ടേം ഏതാണോ അത് പ്രൊഡക്റ്റ് ആയിട്ട് എടുക്കും. ഓക്കെ, എന്നിട്ട് ഈ പ്രൊഡക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 6 മൾട്ടിപ്ലൈ ആയിട്ട് വരുന്ന രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാന്ന് കണ്ടുപിടിക്കും. ഏതൊക്കെ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ് 6 വരിക? അപ്പൊ നമുക്ക് 2ഉം 3ഉം എടുക്കാം. 2 × 3 6 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ സൈൻ നോക്കുക, പോസിറ്റീവ് ആണ്. പ്രൊഡക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സും ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ അത് രണ്ടും നെഗറ്റീവ് ആയിരിക്കും. സോ രണ്ടും പോസിറ്റീവ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ എടുത്തത്. സോ 2 × 3 6 ശരിയാവുന്നുണ്ട്. പക്ഷെ 2 + 3 -5 അല്ല. അങ്ങനെ വരുമ്പോൾ രണ്ടിന് നെഗറ്റീവ് കൊടുത്താൽ ശരിയാവുന്നോ നോക്കൂ. -2 × -3 6 ആണ്. ബട്ട് -2 + -3 -5 ആണ്. സോ ദ നമ്പേഴ്സ് ആർ -2 and -3. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ ഓഫ് ദ സെറ്റ്, ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ഈ സെറ്റിലെ എലമെന്റ്സ് ആവുക. ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ -2 വന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ 2 +2 വരും. -3 വന്നാൽ +3 വരും. സോ സെറ്റ് A is equal to 2, 3. ഇനി സെറ്റ് B. Set B in set builder form is x such that x belongs to R, x square is equal to 9. x square is equal to 9 എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന് വരാവുന്ന വാല്യൂസ് ഏതൊക്കെയാണോ അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അത് രണ്ടും റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. അപ്പൊ നമുക്കറിയാം x സ്ക്വയർ 9 ആണെങ്കിൽ x ക്യാൻ ബി +3 ആകാം, -3 ആകാം. 3 സ്ക്വയർ 9 ആണ്, -3 സ്ക്വയർ 9 ആണ്. സോ ബിയിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? 3ഉം -3. സോ വി ഹാവ് റിട്ടൺ ദ ടു സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം A and B. അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് A യൂണിയൻ ബിയും A ഇന്റർസെക്ഷൻ ബിയും കാണാനാണ്. സോ ലെറ്റ്സ് ഫൈൻഡ് A യൂണിയൻ ബി. A യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലെ എല്ലാ എലമെന്റ്സും എഴുതണം, ബിയിലെ എല്ലാ എലമെന്റ്സും എഴുതണം. ഒരു എലമെന്റ് ഒരു പ്രാവശ്യം മാത്രമേ എഴുതാവൂ. അതാണ് A യൂണിയൻ ബി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഹിയർ ദ എലമെന്റ്സ് ഓഫ് A 2, 3. Elements of B 3. We have already written 3 here. So we can write the next number -3. So A union B is equal to 2, 3, -3. Next is A intersection B. A intersection B means the elements common to both A and B. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിന്റെ സെറ്റ് ആണ് A intersection B. So what are the common elements? Common elements in A and B? 3 is the common element. There is only one element common to A and B, that is 3. So we have A intersection B is equal to set 3. Okay. അടുത്തതായിട്ട് തേർഡ് പാർട്ട് നമ്മളോട് കാണാൻ പറഞ്ഞത് A minus B and B minus C. Okay. So third part A minus B. So ഞാൻ ഇവിടെ ഒന്നും കൂടെ A സെറ്റും B സെറ്റും എഴുതാം. A എന്ന് പറയുന്നത് 2, 3 ആണ്. മൈനസ് B is 3 minus 3. So what is A minus B? A minus B means the set of all elements belong to A but not to B. എയിലുള്ള എലമെന്റ്സ് പക്ഷെ ബിയിൽ ഉണ്ടാകാൻ പാടില്ല. സോ 2 എന്ന് പറഞ്ഞ എലമെന്റ് എയിൽ മാത്രമേ ഉള്ളൂ.
സോ ഈ സെറ്റിനകത്ത് 2 എഴുതാം. 3 എന്ന് പറഞ്ഞ എലമെന്റ് ബിയിലുണ്ട്, സോ എഴുതാൻ പറ്റില്ല. സോ എ മൈനസ് ബി ഇസ് സെറ്റ് സിംഗിൾട്ടൺ സെറ്റ് 2 ആണ് വരിക. ഓക്കെ, കാണാൻ പറഞ്ഞത് അടുത്തത് ബി മൈനസ് എ. സോ ദ സെറ്റ് ബി ഇസ് 3, -3 minus set A is 2, 3. So what is B minus A? B minus A means the elements belong to B but not to A. അങ്ങനെ ഏത് എലമെന്റ് 3 എന്ന് പറഞ്ഞ എലമെന്റ് ബിയിലും എയിലും ഉള്ളതാണ്. സോ അതിലില്ലാത്ത എലമെന്റ് ബിയിൽ മാത്രമുള്ള എലമെന്റ് -3 ആണ്. സോ ബി മൈനസ് എ ഇസ് -3. സോ തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. നൗ ലെറ്റ്സ് ആൻസർ ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ, ഫോർത്ത് പാർട്ട്. Verify that A minus B union B minus A is equal to A union B minus A intersection B. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. ലെഫ്റ്റ് സൈഡ് ഒരു ആൻസർ കിട്ടിയാൽ ലെഫ്റ്റ് സൈഡ് കണ്ടുപിടിക്കുക, റൈറ്റ് സൈഡ് കണ്ടുപിടിക്കുക, രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കുക. അല്ലെങ്കിൽ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങി റൈറ്റ് സൈഡിലേക്ക് എത്താം. ഓക്കെ, സോ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. എ മൈനസ് ബി നമ്മൾ കണ്ടതാണ്, സെറ്റ് 2 ആണ്. യൂണിയൻ ബി മൈനസ് എ സെറ്റ് -3 ആണ്. സോ ഈ രണ്ട് സെറ്റിന്റെ യൂണിയൻ എടുക്കുമ്പോൾ രണ്ട് എലമെന്റ്സ് എഴുതണം, 2, -3. So this is A minus B union B minus A, and this can be written as equation number 1. Okay, now നമ്മൾ റൈറ്റ് സൈഡ് എഴുതും A union B minus A intersection B. So what is A union B? A union B നമ്മൾ കണ്ടെത്തിയിരുന്നു, 2, 3, -3 minus A intersection B is 3. സോ 2, 3, -3 എലമെന്റ് ആയിരിക്കുകയും വേണം, എന്നാൽ ബിയിലെ എലമെന്റ് ആകാനും പാടില്ല. ഈ 3 എന്ന് പറഞ്ഞ സിംഗിൾട്ടൺ സെറ്റിലെ എലമെന്റ് ആകാനും പാടില്ല. അതായത് കോമൺ ആയിട്ടുള്ള എലമെന്റ് 3 ഒഴിവാക്കിയിട്ട് എയിൽ മാത്രമുള്ള എലമെന്റ് ഉണ്ട്, ഫസ്റ്റ് സെറ്റിൽ മാത്രമുള്ള എലമെന്റ് ഉണ്ട്. സോ വി ഗെറ്റ് 2, -3. സോ വി ഹാവ് A യൂണിയൻ B minus A intersection B is 2, -3. Equation number 2. Look at equation number 1 and 2. രണ്ട് ഇക്വേഷനിലും we have the same sets on right side. So the left side sets are equal. From 1 and 2, A minus B union B minus A is equal to A union B minus A intersection B. Hence verified.